വെൽക്കം ടു KA ഫോക്കസ് +2 ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഡൈപോൾ എന്താ, ഡൈപോൾ മൊമെന്റ് എന്താ, ടോർക്ക് എന്താ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ഡെറിവേഷനാണ്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഓൺ ആക്സിയൽ ലൈനും സെക്കൻഡ് വൺ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഓൺ ഇക്വറ്റോറിയൽ ലൈനും. ആക്സിയൽ ലൈനിൻ്റെ ഓൾറെഡി നമ്മൾ ഡെറിവേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇക്വറ്റോറിയൽ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള അതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പം നേരത്തെ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടേക്കണം. എക്സാമിന് സാധാരണ ചോദിക്കാറുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം എക്സാം ബേസിസിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്, പെട്ടെന്ന് കണ്ടന്റ് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് തന്നെയാണ്, സിമ്പിൾ സ്റ്റെപ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. മറന്നു പോകാതെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തുടങ്ങാം പതുക്കെ. ആദ്യം നമുക്കൊരു ഡൈപോളിനെ കൺസിഡർ ചെയ്യാം. ഡൈപോൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഒരു +Q ചാർജ് ഉണ്ട്, അതേപോലെ ഒരു -Q ചാർജ് ഉണ്ട്. ഇലക്ട്രിക് ഡൈപോൾ ആണ്. സെൻറ്റർ O ആണ്. ഒയിന്ന് ഒരു ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് എയും മറ്റേ ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് എയും തന്നെ അല്ലേ. സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് രണ്ട് ചാർജസും വരുന്നത്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈപോൾ എന്ന് പറയുന്നത്. ഇനി ഈ സെൻറ്ററിൽ നിന്ന് ഞാനൊരു ഇക്വറ്റോറിയൽ ലൈൻ ഞാനങ്ങ് വരച്ചു പോവുകയാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു പോവുകയാണ്. ഇവിടെ ഞാനൊരു പോയിന്റ് അസ്യൂം ചെയ്യുന്നു. ആ പോയിന്റ് P എന്ന് പറയുന്നൊരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ഈ പോയിന്റിലെ ഈ ഡൈപോൾ കാരണം വരുന്ന ഇലക്ട്രിക് ഫീൽഡ് വേണം എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. ഈ പോയിന്റിൽ ഈ ഡൈപോൾ കാരണം വരുന്ന ഇലക്ട്രിക് ഫീൽഡ് വേണം എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇതിനെ ഒന്ന് അങ്ങോട്ടേക്കൊന്ന് ജോയിൻ ചെയ്യുന്നു. അതേപോലെ ഇങ്ങോട്ടേക്ക് നേരെ വരച്ചോണേ, ഇത് വളഞ്ഞു പോയതാ. ഓക്കെ, ഇവിടെയും ജോയിൻ ചെയ്തു. ഈ ഡിസ്റ്റൻസ് x ആണ്, ഇതും x ആണ്. സെൻറ്ററിൽ നിന്ന് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് r ആണ്. സെൻറ്ററിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് r ആണ്. ഈ ലൈൻ ഈ ഡൈപോളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പം പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞേ? ഡൈപോള്, അതിൻ്റെ ഡിസ്റ്റൻസ് 2a എന്ന് വെച്ചാൽ സെൻറ്ററിൽ നിന്ന് a ഡിസ്റ്റൻസ് ഇങ്ങോട്ട്, a ഡിസ്റ്റൻസ് അങ്ങോട്ട്. സെൻറ്ററിൽ കൂടെ ഒരു വെർട്ടിക്കൽ ഇക്വറ്റോറിയൽ ലൈൻ അല്ലേ. ആ ലൈനിൽ P എന്ന് പറയുന്നൊരു പോയിന്റ് അസ്യൂം ചെയ്തു. സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് r ആണ്. അതുപോലെ രണ്ട് ചാർജസിലേക്കുള്ള ഡിസ്റ്റൻസ് x ആണ്. രണ്ടും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ഈ പോയിന്റ് രണ്ട് ചാർജസിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഇനി ഈ പ്ലസ് ചാർജ് കാരണം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ടാവും. പ്ലസ് ചാർജ് കാരണം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിനെ +Q എന്ന് എഴുതി. ദാറ്റ് ഈക്വൽ ടു ഈ +Q എന്ന് എഴുതി. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 Q ബൈ ആ ഡിസ്റ്റൻസ് സ്ക്വയർ. ഇവിടെയുള്ള ഡിസ്റ്റൻസ് x ആയിരുന്നു അല്ലേ, x². ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഈ മൈനസ് ചാർജിൽ നിന്നും ഇവിടെ ഒരു ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫീൽഡ് -EQ എന്ന് കൊടുത്തു. ഈ -Q എന്ന് പറയുന്നത് (1/4πε0) Q ബൈ ആ ഡിസ്റ്റൻസും x തന്നെയാണ്. അവിടെ നമ്മൾ x² തന്നെ കൊടുത്തു. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫീഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്നാണെങ്കിൽ പുറത്തോട്ടായിരിക്കും അല്ലേ
ഇ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് പുറത്തോട്ടായിരിക്കും. മൈനസ് ചാർജ് എന്നാണെങ്കിൽ ഇൻറ്റു ദി ചാർജ് ആയിരിക്കും, ചാർജിനകത്തേക്കായിരിക്കും. ഇതായിരിക്കും ഈ മൈനസ് ക്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ഇ പ്ലസ് ക്യൂ എന്നുള്ളതിനെ എനിക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് എനിക്ക് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. രണ്ട് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇങ്ങനെ വരും, ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇങ്ങനെ വരും. വെർട്ടിക്കൽ കമ്പോണൻറ്റിനെ ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ, ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ. ഇതെന്ന് പറയുന്നത് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് സൈൻ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോസ് കമ്പോണൻറ്റും. ഇതേപോലെ തന്നെ ഈ മൈനസ് ക്യൂവിനെ അല്ലെങ്കിൽ മൈനസ് ചാർജ് കാരണം ഇവിടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡിനെയും രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. ഇത് താഴോട്ടല്ലേ, അപ്പോൾ ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണൻറ്റും താഴോട്ട് തന്നെയായിരിക്കും. ഇതേപോലെ തന്നെ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വരും. ഇതെന്ന് പറയുന്നത് ഈ മൈനസ് ക്യൂ കോസ് തീറ്റ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ ആയിരിക്കും. ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ ആയിരിക്കും. ഇവിടെ നമ്മൾ എടുത്ത രണ്ട് ചാർജും സെയിം ചാർജാണ്, അതായത് ഓപ്പോസിറ്റ് സൈനാണ്, പക്ഷെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓപ്പോസിറ്റ് സൈനാണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഈ പോയിന്റിൽ നിന്ന് രണ്ട് ചാർജസിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതായത് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റയും താഴോട്ട് ആക്ട് ചെയ്യുന്ന ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആണ്, പക്ഷെ ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇത് രണ്ടും ഈക്വൽ ആണ്, ബട്ട് ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും എന്താവും? ക്യാൻസൽ ചെയ്ത് പോകും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആകുമ്പോഴത്തേക്കും അത് രണ്ടും ക്യാൻസലായി പോകും. പിന്നെ നമുക്കിവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഹൊറിസോണ്ടൽ കമ്പോണൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് ചാർജ് കാരണവും അല്ലെങ്കിൽ ഈ ഡൈപോൾ കാരണം ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ പ്ലസ് ഈ മൈനസ് ക്യൂ കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ഫീൽഡും കൂടി ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. കാരണം ഈ വെർട്ടിക്കലായിട്ട് വരുന്ന രണ്ട് കമ്പോണൻസും അവിടെ ക്യാൻസലായി പോകും. ക്യാൻസലായി പോകാനുള്ള കാരണം എന്താ? അത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ റിസൾട്ടന്റ് ഫീൽഡ് എന്തായിരിക്കും? നെറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ പ്ലസ് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ ആയിരിക്കും. ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്, ഈക്വൽ ആണ്, ക്യാൻസൽ ചെയ്ത് പോകും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്, ഈക്വൽ ആണ്, ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ബാക്കി ഇത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇനി ഈ പ്ലസ് ക്യൂ ആണെങ്കിലും ഈ മൈനസ് ക്യൂ ആണെങ്കിലും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ ജനറലായിട്ട് ഇ എന്നങ്ങ് എഴുതാം. അപ്പോൾ ഈ കോസ് തീറ്റ പ്ലസ് ഈ കോസ് തീറ്റ എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു 2e കോസ് തീറ്റ എന്ന് നമുക്ക് കൊടുക്കാം. 2e കോസ് തീറ്റ എന്ന് എഴുതാം. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസറായി. ദാറ്റ് ഈക്വൽ 2 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0. ഈ പ്ലസ് ക്യൂ ആണെങ്കിലും ഈ മൈനസ് ക്യൂ ആണെങ്കിലും സെയിം തന്നെയാണ് അല്ലേ? 1/4πε0 q/x² ആണ്. അപ്പോൾ സെയിം തന്നെ ഇട്ട് കൊടുക്കുക, q/x². ഇനി ഇവിടെ ഈ ചെറിയ ഈ ഒരു ട്രയാങ്കിൾ മാത്രം ഒന്ന് കൺസിഡർ ചെയ്തേ. ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കാവേ. തീറ്റ, ഇത് എക്സ്, ഇത് ആർ, ഇത് എ. ശരിയാണോ? അല്ലേ? ഇതിൻ്റെ അകത്തുനിന്ന് കോസ് തീറ്റ എന്തായിരിക്കും? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എ ആണ്. എ ബൈ
എക്സ് ആയിരിക്കും. എ ബൈ എക്സ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ എ ബൈ എക്സ് കൊടുക്കാം. എ ബൈ എക്സ് കൊടുക്കാം. ഇനി ഇവിടെ ഒന്ന് നോട്ട് ചെയ്തേ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ എക്സ് എന്തായിരിക്കും? എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയറിൻ്റെ റൂട്ടായിരിക്കും അല്ലേ? ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതാം. റൂട്ട് വാല്യൂ ആണ്. ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷനിലേക്ക് നമ്മൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തേക്കുക. 2 × 1/4πε0 ക്യൂ ബൈ എക്സ് സ്ക്വയറിന് പകരം എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, എ ബൈ എക്സിന് പകരം എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു ഹാഫ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ 2AQ അല്ലേ? ന്യൂമറേറ്ററിൽ 2 ഉണ്ട്, Q ഉണ്ട്, A ഉണ്ട്. ഞാൻ 2AQ എന്നങ്ങ് എഴുതി. ബൈ 4πε0 ബൈ 4πε0. ഇവിടെ 1 ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1ഉം എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു ഹാഫും. 1ഉം ഹാഫും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 അരയും കൂടി കൂട്ടിയാൽ 1.5 അല്ലേ? 1.5 എന്ന് വെച്ചാൽ 3/2 ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മൾ കഴിഞ്ഞ ഡെറിവേഷന് ചെയ്തതുപോലെ തന്നെ ആർ സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എയുടെ വാല്യൂ തീരെ ചെറുതാണ്. ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എയുടെ വാല്യൂ തീരെ ചെറുതാണ്. അപ്പോൾ ആർ സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിലും ചെറുതായിരിക്കും. കാരണം നമ്മൾ ഡൈപോളിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് എന്നാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ക്വയർ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പിന്നെയും തീരെ ചെറിയ വാല്യൂ ആയിരിക്കും. 0.1ൻ്റെ സ്ക്വയർ 0.01 വരും അല്ലേ? അപ്പോൾ അതുപോലെ നമ്പർ പിന്നെയും തീരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എ സ്ക്വയറിനെ നെഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഡെറിവേഷനകത്ത് അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ എ സ്ക്വയറിനെ നമ്മളങ്ങ് കളയും. പിന്നെ ആരാ ഉള്ളത്? ആർ സ്ക്വയർ അല്ലേ? ആർ സ്ക്വയർ ഇൻറ്റു 3/2. ആർ സ്ക്വയർ ഇൻറ്റു പുറത്തൊരു 3/2. 2ഉം 2ഉം കട്ടായി പോവും. ബാക്കി എന്ത് കിട്ടും? ക്യൂബ് കിട്ടും അല്ലേ? ആർ സ്ക്വയർ ആർ റേസ് ടു 2. ഇവിടെ എ സ്ക്വയറിനെ നമ്മളങ്ങ് മാറ്റി. ആർ സ്ക്വയറേ ഉള്ളൂ. ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ആണ്. ആ 3/2 വരുമ്പോഴത്തേക്കും 2ഉം 2ഉം കട്ടായിട്ട് ബാക്കി ആർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇവിടെ എടുത്ത് എഴുതാനുണ്ട്? 2AQ അതേപോലെ എഴുതി. ബൈ 4πε0 1 ബൈ ആർ ക്യൂബ്. AQ എന്ന് പറയുന്നത് ആരാ? ഡൈപോൾ മൊമെന്റ് P ആണ്. ഡൈപോൾ മൊമെന്റ് P ആണ്. P ബൈ 4πε0 ആർ ക്യൂബ്. ഇതാണ് ഇക്വറ്റോറിയൽ വരുന്ന ഡൈപോളിന്റെ ഇക്വറ്റോറിയലിൽ വരുന്ന ഫീൽഡ്. കണ്ടോ? അപ്പോൾ കഴിഞ്ഞ ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ഡെറിവേഷനും രണ്ടും പഠിച്ചിട്ടോണം. ഇനി ഡൈപോളിൻ്റെ നമ്മൾ പറഞ്ഞു, ഡൈപോളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവാന്ന് പറഞ്ഞു അല്ലേ? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ അല്ലേ? ഡൈപോളിൻ്റെ അല്ല, ഡൈപോൾ മൊമെൻറ്റിൻ്റെ. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവാണ്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എവിടെ നിന്ന് ഇങ്ങോട്ടാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടെന്ന് പറഞ്ഞു,
ഇവിടെ നിന്ന് ഇങ്ങോട്ടെന്ന് പറഞ്ഞു, ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പം ഇക്വറ്റോറിയൽ പ്ലെയിനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഡൈപോൾ മൊമെൻ്റ് ആയിരിക്കും. ഈ ഇക്വറ്റോറിയലിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് ദി ഡൈപോൾ മൊമെൻ്റ് ആയിരിക്കും. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഇക്വറ്റോറിയൽ എന്തിന് പ്രൊപ്പോർഷണലാണ്? പ്രൊപ്പോർഷണൽ ടു 1/r³ ആണ്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r³ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നോക്കിക്കോണം. ഈ പ്രൊപ്പോർഷണൽ ടു 1/r³ ആണ്. പിന്നെ ഈ ഇക്വറ്റോറിയൽ അല്ലേ, ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് ടു ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ 2 പോയിന്റും കൂടി നമ്മൾ ഇതിനകത്ത് നോട്ട് ചെയ്തോണം. അതുപോലെ ഈ ആക്സിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2p ആണ്. ഇവിടെ വന്നിരിക്കുന്നത് p മാത്രമാണ്. അപ്പം ആക്സിൽ ഫീൽഡിലാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിട്ട് വരുന്നത്. ഇക്വറ്റോറിയലിലേക്ക് വരുമ്പോഴത്തേക്കും ഫീൽഡ് സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്കിതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. പഠിക്കുമ്പം ഒരു പേപ്പറും പെന്നും എടുത്ത് ഒപ്പം തന്നെ എഴുതി ചെയ്ത് പഠിച്ചു പോവുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതിരിക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. 2 ഡെറിവേഷനും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ സ്റ്റെപ്സ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുകയും ചെയ്യും. എക്സാമിന് തൊട്ട് മുമ്പായിട്ട് റിവൈസ് ചെയ്യാനും പെട്ടെന്നൊന്നും മറിച്ച് നോക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പം മിസ്സാക്കണ്ട, നോട്ട് ചെയ്തോണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയേക്കരുത് കേട്ടോ. താങ്ക് യു.